ഫ്രണ്ട്സ്, എല്ലാവർക്കും കാവ്യാസ് കിച്ചൻ ഡയറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. വെജിറ്റേറിയൻസിനും കൂടി കഴിക്കാൻ പറ്റുന്ന മുട്ട ചേർക്കാത്ത ഒരു റവ കേക്ക് റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഇതേ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള മാർബിൾ കേക്കൊക്കെ നമ്മള് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, റവയും അതേപോലെ തന്നെ തൈരും ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അടിപൊളി റവ കേക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് റവ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് തൈരാണ് വേണ്ടത്. 5 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലെ തൈരാണ്. അപ്പോൾ നിങ്ങൾ മിക്സിയിലൊന്നും അടിക്കാതെ ഇത് കൈകൊണ്ട് തന്നെ ഇതിന്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കണം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൺസിസ്റ്റൻസി ഒരു മോര് പോലെ ആയിപ്പോവും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. കൈകൊണ്ട് തന്നെ ഇതിന്റെ കട്ടയൊക്കെ മാറ്റിയാൽ മതി. 5 ടേബിൾ സ്പൂൺ തൈര് ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ തൈര് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടയും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ മുട്ട വെച്ചിട്ട് ഓൾറെഡി മാർബിൾ കേക്ക് ഒക്കെ ചെയ്തത് കൊണ്ടാണ് തൈര് വെച്ചിട്ട് ഇങ്ങനെ ഒരു കേക്ക് ചെയ്യാന്ന് വിചാരിച്ചത്, വെജിറ്റേറിയൻസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട്. അപ്പൊ 5 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പൊ പൊടിച്ച പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അളന്നതാണ്. ഇതൊരു 13 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരന്റെ അളവ് കൂട്ടിയാൽ മതി. ഇതൊരു മീഡിയം മധുരം ഉള്ളതാണ്. ഈ ഒരു അളവിന് ഈ ഒരു പഞ്ചസാര മതിയാവും മീഡിയം മധുരത്തിന്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതിൽ ഇതേപോലത്തെ വിസ്ക് ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേക്കിന്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 1/2 കപ്പ് അഥവാ 5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഓയിലൊക്കെ പുറമേ കാണാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് വരുള്ളൂ. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് ഓയിലും അതേപോലെ പഞ്ചസാരയും ഒക്കെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓയില് പുറത്ത് കാണാത്ത വിധത്തിൽ ഓയിലും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അങ്ങനെ നിങ്ങൾ എപ്പോഴും മിക്സ് ചെയ്യണം. ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയും അതേപോലെ തന്നെ മൈദയാണ്. അപ്പൊ ഞാനിവിടെ ഒരു 15 ടേബിൾ സ്പൂൺ പൊടിച്ച റവ പ്ലസ് 5 ടേബിൾ സ്പൂൺ മൈദയും കൂടി എടുത്തതാണ്. ഇത് അരിപ്പയിലൂടെ ഒരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും കട്ടയായിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റവ നന്നായിട്ട് പൊടിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങളെ കയ്യിൽ വറുത്ത റവ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രൈങ് പാൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അപ്പൊ ഈ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 15 ടേബിൾ സ്പൂൺ റവ പ്ലസ് 5 ടേബിൾ സ്പൂൺ മൈദ, അങ്ങനെ ടോട്ടൽ 20 ടേബിൾ സ്പൂൺ. അതാണ് കണക്ക്. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് അല്പാൽപമായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഒന്നിച്ചിടാൻ പാടില്ല, കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി. നമ്മൾ ഈ കേക്കിൽ മിക്സ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും നമ്മൾ ഈ സമയത്ത് ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പോഴേ നമ്മളത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് നല്ലതായിട്ട് വരില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട്. അപ്പം നമ്മൾ റവ മിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കി എടുക്കണം. ഗ്ലാസും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചത്. നമുക്ക് ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ഒന്ന് ഇടണം. ഈ ഒരു മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് 2 നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ
അടച്ച് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ എസൻസ് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മാവ് കുറച്ചും കൂടി ഒരു കട്ടിയാകുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അരമണിക്കൂർ ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കണ്ടോ, നല്ല ഒരുപാട് കട്ടിയല്ല, എന്നാലും കുറച്ച് കട്ടിയുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടുന്നത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നോക്കാം. ഇളം ചൂടുള്ള പാലാണ് ഒഴിക്കേണ്ടത്, ഒരുപാട് ചൂട് വേണ്ട, പിന്നെ തണിഞ്ഞതും ആയിരിക്കരുത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് പ്ലസ് 6 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചത്. അപ്പം നിങ്ങൾക്ക് ഓരോ ആൾക്കാർ കിട്ടുന്ന റവ അനുസരിച്ചിട്ട് പാലിൻ്റെ അളവ് വ്യത്യാസം വരും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, ഇപ്പം ഇങ്ങനെ മേലേന്ന് നന്നായിട്ട് ഒഴുകി വീഴണം, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ഒരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് ഒരുപാടൊന്നും മിക്സ് ചെയ്യണ്ട, നല്ല മെല്ലനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എസൻസ് ആണ്. ഞാനിപ്പോൾ ഇവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് എസൻസ് ആണ് ഉള്ളത് അത് ചേർക്കാം. ഇനി എസൻസ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മണത്തിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാമോ കാഷ്യൂസോ അതല്ലെങ്കിൽ പിസ്തയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉള്ളത് കാരണം ഞാൻ ചേർക്കുക. തന്നെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴേയിലേക്ക് അങ്ങ് പോവില്ല, മേലെ പൊന്തി കിടക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂണ് മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അതങ്ങ് താഴോട്ട് പൊയ്ക്കോളും. നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലൊക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി വേണ്ടുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു കേക്ക് ടിൻ എടുക്കുക. അതിൻ്റെ മേലെ ഞാൻ താഴെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തൂവി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ കേക്ക് വിട്ട് വന്നോളും, ബട്ടർ പേപ്പറിനെ പോലെ തന്നെ വന്നോളും. അപ്പോൾ ഇനി ഇതിലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ താഴെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക, എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. മേലെയും കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇടുന്നത് എന്താണോ അതൊന്നും ഇങ്ങനെ ചെയ്താൽ മതി. നട്ട്സ് ആണെങ്കിലും അതെല്ലാം ബദാമൊക്കെ ആണെങ്കിലും ഇതേപോലെ മേലെ ഒന്ന് വിതറി കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മളിത് എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മൾ ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റായി മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കടായിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, 10 മിനിറ്റ് ആയിട്ട് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കടായിയാണ്. അപ്പോൾ ഇത് തുറക്കുക. അപ്പോൾ നേരിട്ടിട്ട് ഈ കേക്ക് ടിന്ന് കടായിലൊക്കെ വെക്കരുത്, ഇതേപോലെയുള്ള എന്തെങ്കിലും സ്റ്റാൻഡ് വെക്കണം. ഇപ്പം ഞാൻ എടുക്കുന്നില്ല, നല്ല ചൂടാണ്. അപ്പം ഞാൻ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ മെല്ലെ ഈ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഒരു 40 മിനിറ്റൊക്കെ ആവും ഇത് റെഡിയാവാൻ വേണ്ടിയിട്ട്. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് എന്തായെന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, സൈഡിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ നടുവിൽ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ഇനി മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാനേ ഉള്ളൂ. ഇനി നമുക്കൊരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം, അപ്പോഴേക്കും ആവുമെന്ന് വിചാരിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ആയോ നോക്കാം. എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒരു കത്തിയോ അല്ലെങ്കിൽ സ്ക്രൂവറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് കുത്തി നോക്കിയിട്ട് കണ്ടോ, ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് വെന്തതെന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ നമ്മളെ കേക്ക് വെന്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തണിഞ്ഞതിന് ശേഷം ഈ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ റവ കേക്ക് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഒരു ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ താഴ്ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഒരുപാട് കരിയൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം. ഈ ഒരു സമയം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കിട്ടും. പിന്നെ പക്ഷെ ഓരോ ആൾക്കാരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് മാറ്റം വരും. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനിതിപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ താഴെയൊക്കെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമ്മളെ കേക്ക് വന്നിട്ടുണ്ട്. ഞാനിതൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാം. റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ കമന്റ്സും ഫീഡ്ബാക്കും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.